ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയാലോ? 15 രൂപയുടെ ചായ കുടിക്കാൻ 30 കിലോമീറ്റർ അകലെ പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? പോയിട്ട് വരാം അല്ലേ? ഇത് രാവിലെ തോന്നിയൊരു ഐഡിയ ആണ്. പൊളിച്ചു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുന്ന ചില കാഴ്ചകൾക്കൊക്കെ എപ്പോഴും ഭംഗിയുണ്ടാവുമല്ലോ. അങ്ങനെ പോയൊരു കാഴ്ച. കണ്ണൂർ ജില്ലയിലെ നടുവിൽ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളിൽ പാലക്കയം തട്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3500ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ഗ്രാമം. അതിമനോഹരമായ ഹിൽ സ്റ്റേഷൻ എന്ന് പറയാം. പ്രകൃതി ഭംഗിയും സാഹസിക വിനോദ സഞ്ചാരവും ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളിയൊരു സ്ഥലം. പച്ചപ്പും മലനിരകളും തണുത്ത കാലാവസ്ഥയും മനോഹരമായ കോടമഞ്ഞും കാറ്റും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ആകർഷണം. സൂര്യോദയവും സൂര്യാസ്തമയവും മലമുകളിൽ നിന്നുള്ള സൗരോദയത്തിൻ്റെയും കാഴ്ചകളും സഞ്ചാരികൾക്ക് നല്ലൊരു കാഴ്ച അനുഭൂതി നൽകുന്നതാണ്. ട്രെക്കിങ്ങും ഓഫ് റോഡും അങ്ങനെ കുറേ സാഹസികത അത് വേറെയുമുണ്ട്. ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂരാണ്. 50 കിലോമീറ്റർ ദൂരം. അല്ലെങ്കിൽ തലശ്ശേരി പോകണം. വിമാനത്താവളവും കണ്ണൂർ തന്നെയാണ്, മട്ടന്നൂർ. റോഡ് മാർഗം കണ്ണൂരിൽ നിന്ന് ശ്രീകണ്ഠപുരം നടുവിൽ വഴി, അല്ലെങ്കിൽ തലശ്ശേരി, ഇരിട്ടി, പയ്യാവൂർ, ചെമ്പേരി, അങ്ങനെ കുടിയാമല വഴി നമുക്ക് ഈ സ്ഥലത്തേക്ക് വരാം. അപ്പം ഈ സ്ഥലത്തേക്ക് പോയി ചെറിയ കാഴ്ചകളാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. രാവിലെ ഇപ്പം സമയം ഏതാണ്ട് 6:15. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ശ്രീകണ്ഠപുരം നിന്നാണ് വണ്ടി എടുത്ത്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി കുഴപ്പമില്ലാത്ത മഴയായിരുന്നു തോന്നുന്നു. ഒരു ചെറിയ മഴ തൂളലുണ്ട്. അപ്പം ഞാനത് നോക്കിയില്ല. നമുക്ക് ആ കിട്ടുന്ന ഈ സൺഡേ ആണല്ലോ, അത് നമ്മൾ ആസ്വദിച്ച് ആഘോഷിക്കണമല്ലോ. അപ്പോൾ അതിന് എനിക്ക് ഏറ്റവും ലഹരി എന്ന് പറയുന്നത് ഈ ബൈക്ക് റൈഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലഹരി എനിക്ക് ബൈക്ക് റൈഡും മ്യൂസിക്കും ഒക്കെയാണ്, മറ്റ് ലഹരികളല്ല എനിക്ക്. ഞാൻ ഇറങ്ങിയപ്പോഴേ ഈ രാവിലെ ഈ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചു എവിടെ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചുമ്മാ ഒന്ന് സൺഡേ അല്ലേ, റൗണ്ട് അടിച്ചിട്ട് വരാൻ പോകാമെന്ന്. അപ്പോൾ പറയാം നിങ്ങൾക്കൊക്കെ എന്താണോ ഭ്രാന്താണോ വെച്ചാൽ ഈ മഴയത്ത് ഇങ്ങനെ ബൈക്കിൽ തണുപ്പും പിടിച്ച് കറങ്ങായിട്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അല്ല കുഴപ്പമില്ല ഏട്ടാ, നമ്മൾ ആഴ്ചയിൽ ഒന്നിങ്ങനെയൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്. പെട്രോളിന് 100-110 രൂപയല്ലേ, വെറുതെ എന്തിനാണ് നിങ്ങൾ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് 110 രൂപയുടെ പെട്രോൾ അടിക്കുന്നത്? അത് ആളുകൾക്ക് ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് മനസ്സിലാകാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരങ്ങനെ പോകാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഒന്നും പറയുന്നില്ല കേട്ടോ. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ കണ്ണുകളിൽ മറ്റൊരു രീതിയിലാണ് ആസ്വാദനങ്ങളൊക്കെ വരുന്നത്. ഇതെൻ്റെ നാടാണ് കേട്ടോ. ശ്രീകണ്ഠപുരം പാലം കഴിഞ്ഞ് ടൗണിൽ കൂടെ പോവാണ്. ഇപ്പോൾ അവിടെ ഒരു സിഗ്നലുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ 6 മണിക്ക് സിഗ്നലൊക്കെ ആക്റ്റീവ് ആയിരിക്കും. 6 മണിയായാലും നല്ല വെട്ടം വന്നിട്ടുണ്ട് അത്യാവശ്യം. ഈ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ ഭയങ്കരമായിട്ട് ക്യാമറയിലോട്ട് അടിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഒരു സംതിങ് വരുന്നുണ്ട്, ഒരു സുഖമില്ലാത്ത, നമുക്ക് കാഴ്ച കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത പോലെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് മുന്നോട്ട് പോയി ചെമ്മന്തൊട്ടിയല്ല കൊട്ടരവയൽ കുരിശിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 2 റൂട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ ചെമ്പേരി കൂടിയിട്ട് പാലക്കയം തട്ടിന് പോകാം, അല്ലെങ്കിൽ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ചെമ്മന്തൊട്ടിയിൽ നിന്ന് കരത്തിഞ്ചാൽ കൂടി പുറഞ്ഞാണ്ട് വന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകാം. അപ്പോൾ ഞാൻ ഏതായാലും ചെമ്മന്തൊട്ടി കൂടി പോകാൻ വേണ്ടി തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് ഒരു ചെറു ചായ കുടിക്കണമെന്നുണ്ട്. അവിടെ ഞാൻ സ്ഥിരം കയറുന്നൊരു കടയുണ്ട്. അപ്പോൾ അവിടെ കയറി എന്തെങ്കിലും ഒരു ചായ വേണമെങ്കിൽ കുടിച്ചിട്ട് പോകാം, അത്രേ ഉള്ളൂ. ഒരടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ ചെമ്മന്തൊട്ടിയിൽ നിന്ന് നടുവിൽ പോകുന്ന വഴിക്ക് ഒരു സ്ഥലമാണ്. അങ്ങ് മുകളിലൊരു മല കാണാം. ആ മല നയനാർ മല എന്നാണ് പറയുന്നത്. അവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ മുകളിൽ കുറേ കോറയൊക്കെ ഉണ്ട് കേട്ടോ. അത് കരയത്തിഞ്ചാലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. അപ്പം ഇവിടെ നിന്നൊക്കെയാണ് നല്ല മഴക്കാലത്ത് ഒരുപാട് വെള്ളം കുത്തി ഒഴുകി വരുന്ന തോടുകളും പുഴകളും നിറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണിത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടുന്ന് എടുക്കുകയാണ്. നമ്മുടെ വൈറ്റ് ഹണ്ടർ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അടുത്ത ചെയിൻ ട്യൂബും ഒന്ന് വാഷ് ചെയ്യാനൊക്കെ സമയമായി, കുറച്ച് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം പോവാണേ, അടുത്ത വീണ്ടും നമുക്ക് മുന്നോട്ട് പോവാം. ഒരു 6 മാസം മുന്നേ ഈ വഴി വന്നിരുന്നെങ്കിൽ ഓഫ് റോഡ് പോകാൻ വേറെ വഴി പോകണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ഓഫ് റോഡായിരുന്നിത്. അതായത് ശ്രീകണ്ഠപുരം നടുവിൽ റോഡ്. ഇപ്പോൾ ഏതായാലും നല്ല അടിപൊളി റോഡായിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാം. 20 മിനിറ്റൊക്കെ എടുക്കുമ്പോൾ ശ്രീകണ്ഠപുരത്ത് നമുക്ക് നടുവിലെത്താൻ പറ്റുന്നുണ്ട്. മുന്നേ 1 മണിക്കൂറൊക്കെ വേണമായിരുന്നു ഈ ഓഫ് റോഡിൽ കൂടെ പോകണമെങ്കിൽ. നമ്മുടെ നീലപ്രസാദം, പഴയ പ്രസാദം ബസ്സിൻ്റെ സർവീസാണ്. അത് പോയി ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഹോട്ടലൊന്നും തുറന്നില്ലല്ലോ. ഏതാണ്ട് നടുവിലെത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. അതിനിടയ്ക്ക് നമ്മളൊന്ന് എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. പെട്രോൾ അടിച്ചു. ഇനിയിപ്പം നെടിയങ്ങ കവലെത്തി. നെടിയങ്ങ കവലിൽ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു ഹോട്ടലുള്ളത്. പക്ഷേ അതിന്ന് തുറന്നിട്ടില്ല. സൺഡേ ആയതുകൊണ്ടായിരിക്കും രാവിലെ തുറക്കില്ലായിരിക്കും. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും തുറക്കുന്നത്. ഇനിയിപ്പോൾ
മുന്നോട്ട് പോവാം. ഇനിയിപ്പോൾ അടുത്ത സ്ഥലം നോക്കാം, അതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വേറൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് നെടുമ്പോയിൽ വരെ പോയിട്ടുണ്ടായിരുന്നു, ബൈക്കിനാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല സുഖമുള്ള റൈഡായിരുന്നു. കാരണം മഴയൊക്കെ കഴിഞ്ഞിട്ട് റോഡൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് നെടുമ്പോയിൽ ചുരം കയറി മുകളിലോട്ടൊന്ന് പോകുന്നുണ്ട്. വയനാട്ടിലും വലിയ മഴയൊക്കെ നടക്കുന്നില്ല. ഈ മഴത്തെ മണ്ണിടിച്ചിലിൻ്റെ പ്രശ്നമുണ്ട് വയനാട് റോഡിൽ ഭയങ്കരമായിട്ട്. അപ്പോൾ അതൊന്ന് കഴിയട്ടെ. അത് കഴിയുമ്പോൾ ഒരു വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ പഴയ എൽദോ ബ്രോ ഒന്നും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരുനെല്ലി റൈഡ് പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നായിരുന്നു എൽദോ ബ്രോയും സാബു ബ്രോയും. അപ്പോൾ അവർ ഇനിയിപ്പോൾ എൽദോ ബ്രോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ മാമലക്കണ്ടം ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. മാമലക്കണ്ടം ഒന്ന് പോകണം, അത് പ്ലാനിൽ തന്നെയുണ്ട്. ചെമ്മന്തൊട്ടി പുതിയ പാലം കേട്ടോ. പണ്ട് ഇതിലേക്ക് പോകാൻ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അറിയോ. ഇപ്പോൾ ചെമ്മന്തൊട്ടി പാലം കഴിഞ്ഞു, ചെമ്മന്തൊട്ടി ടൗണിലോട്ട് കയറാൻ പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് വന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ പുറഞ്ഞാൻകുടി, കരത്തിഞ്ചാൽ പുറഞ്ഞാൻകുടി അങ്ങനെ പോവാം. അല്ലെങ്കിൽ നടുവിൽ പോയിട്ട് വേണമെങ്കിൽ പോവാം. നടുവിൽ നിന്ന് മണ്ഡലംകുടി വേണമെങ്കിൽ പോവാം. അത് നല്ല വഴിയാണ്. പക്ഷേ നമുക്ക് വഴികൾ നമ്മൾ മാറി മാറി പിടിക്കുന്നത് ഒരുപാട് വഴികളൊക്കെ. ശ്രീനാഥോട്ട് അത്ര ഭയങ്കരമായിട്ട് മഴയില്ലായിരുന്നു. ഇങ്ങോട്ടൊക്കെ നല്ല മഴയായിരുന്നു. റോഡിലൊക്കെ വെള്ളം കാണാനുണ്ട്. അതുകൊണ്ട് നല്ല തണുപ്പാണ്. നമ്മുടെ ചെറിയ ജാക്കറ്റിലൊന്നും തണുപ്പ് നിൽക്കുന്നില്ല. രാവിലെ ആയതുകൊണ്ട് രാത്രിയില്ല, 7 മണിയൊക്കെ ആവുന്നല്ലേ ഉള്ളൂ. അത്യാവശ്യം നല്ല തണുപ്പാണ്. ഒരു കാലിച്ചായ കുടിക്കാൻ വേണ്ടി നോക്കിയതാണ്. നമ്മുടെ വിൻ്റർ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇറക്കിയത്. അതിൻ്റെ മുകളിൽ റെയിൻകോട്ടും കൂടി ഉണ്ട്. എന്നിട്ടും നമ്മുടെ തണുപ്പ് പോകുന്നില്ല. നമ്മുടെ വൈറ്റ് കണ്ടർ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. നല്ലൊരു കാട്ടിക്കൂടെ പോകുന്ന ഫീലില്ലേ. 2 സൈഡും റബ്ബർ മരങ്ങളാണ് കേട്ടോ. കാര്യമായിട്ട് കരത്തിഞ്ചാലെത്തിയത്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പുറഞ്ഞാടെത്തും. പുറഞ്ഞാടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ചെമ്പേരി, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നടുവിൽ ആലക്കോടൊക്കെ പോകാം. അവിടെ നിന്ന് വേറെ ചെറിയ വഴിയുണ്ട്, അത്യാവശ്യം നല്ല വഴിയാണത്. അതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പുലിക്കരിമ്പ് എത്തിയിട്ട് അവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാലക്കയം തട്ട് റോഡ് കിട്ടും. അപ്പോൾ കുറച്ച് നേരം നമുക്ക് പാട്ടൊക്കെ ആസ്വദിച്ച് അങ്ങ് പോവാം. പുറഞ്ഞാടെത്തി കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ, ഒരു 7-8 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ സമയം ഏതാണ്ട് ഒരു 6:45 ആയിട്ടുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ വന്നു. ചില സ്ഥലങ്ങളിൽ മഴയുടെ പ്രഭാവം കാണുന്നു, ചില സ്ഥലങ്ങളിൽ വെയിലാണ്. അങ്ങനെ മിക്സഡ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ നമുക്ക് ഇപ്പോഴാണ് കേട്ടോ കനത്തത്. അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ മഴക്കാലമായിരുന്നാലും ജൂൺ മാസത്തിൽ മഴ കുറവായിരുന്നു ഈ വർഷം പൊതുവെ. അവിടെ തന്നെ വെള്ളപ്പൊക്കത്തിനൊക്കെ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ശ്രീകണ്ഠപുരത്തൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ വർഷങ്ങളിലും ചെറിയ തോതിലെങ്കിലും വെള്ളം കയറാറുണ്ട്. ഈ വർഷം പൊതുവേ കുറവായിരുന്നു. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഓഗസ്റ്റിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാൻ പറയും മഴ എങ്ങനെ ഉണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിങ്ങനെ ബൈക്കിൽ പോകുമ്പോഴേ നമ്മുടെ സംസാരം ഏറ്റവും കേൾക്കുന്നത് നമ്മുടെ ഹെൽമെറ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ ഹെൽമെറ്റിനോടല്ലേ കഥകളൊക്കെ പറയുന്നത്. ഇതിനകത്ത് മൈക്കൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് പറയുന്ന എത്രത്തോളം എങ്ങനെയാണ് ഇതിനകത്ത് റെക്കോർഡായി വരുന്നതെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ശ്രമം കൂടി നടത്തുന്നത്. അപ്പം ഞാൻ വാട്ടർ പ്രൂഫ് ക്യാമറയാണെങ്കിലും എൻ്റെ വോയിസ് കുറച്ചും കൂടെ എൻ്റെ ക്യാമറയുടെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു തട്ട് ഫുഡ്, ഒരു പൊറോട്ടയും ചെറിയൊരു കറിയൊക്കെ അടിച്ചിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം കേട്ടോ. ഒരു ചായയും കുടിച്ചു. അപ്പോൾ പൊറോട്ട കഴിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റോഡിൽ കയറി. എവിടെ? നമ്മുടെ പാലക്കയം തട്ടിൻ്റെ മെയിൻ റോഡിലോട്ട് കയറി കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിലുള്ള കയറ്റാണ്. അതിനിടയ്ക്ക് കുറച്ച് ഭാഗം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് നാളായി ഇപ്പോൾ പോയിട്ട്. ഇതെല്ലാം മുന്നോട്ട് പോയി നോക്കാം എന്താ അനുഭവങ്ങൾ എന്നുള്ളത്. ഇങ്ങോട്ടുള്ള റോഡ് മെക്കാട റോഡൊന്നുമില്ല, ചെറിയ റോഡാണ്. 2-3 വഴികളുണ്ട് പാലക്കയം തട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അതിൽ ചില വഴികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീപ്പുകൾ മാത്രമേ പോകുള്ളൂ, 4x4 ജീപ്പുകളൊക്കെ മാത്രം വരുന്ന വഴിയാണ്. ഈ റോഡ് വലിയ കുഴപ്പമില്ല. പിന്നെ വേറൊരു വഴിയുണ്ട്, അത് ഏതാണ്, വെള്ളാട് എന്നൊക്കെ വരുന്ന വഴിയാണ്. എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല. ആ വഴി ഞാനിതിൽ പോയിട്ടില്ല. അപ്പോൾ അടുത്ത തവണ അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ അതിൽ 1 കിലോമീറ്റർ എന്തോ ഓഫ് റോഡാണെന്ന് പറയുന്നത് കേട്ടു. അപ്പം ഇവിടെ ഒരു സ്പോട്ടുണ്ട്, ഒന്ന് നിർത്തട്ടെ. ഇവിടെ നമുക്ക് മഞ്ഞുണ്ട്, അത്യാവശ്യം കോടമഞ്ഞുണ്ട്, ആസ്വദിക്കാം. നമ്മളെ പ്രതീക്ഷിച്ച പോലെ മഞ്ഞ് കിട്ടിയില്ല. അവിടെ കാര്യമായിട്ട് മഞ്ഞ് കാണുന്നില്ല. അതിൻ്റെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ഉണ്ട്, ചിലപ്പോൾ കണ്ടേക്കും. ഇവിടെ ഒരു ലൊക്കേഷനിൽ കുറച്ച് കാണുന്നുണ്ട്. കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് നിർത്തി നോക്കാം. പിന്നെ റോഡ് അത്ര പോരാ. അവിടെയൊക്കെ ഇവിടെയൊക്കെ വലിയ കുഴികളൊക്കെ ഉണ്ട്. ബൈക്കൊക്കെ തിരിച്ചിറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, ചിലപ്പം മറിഞ്ഞിട്ട് വീഴാൻ സാധ്യതയുണ്ട് ഉരുളങ്ങളിലൊക്കെ ആയിട്ടേ. കാരണം മഴ പെയ്ത് കഴിയുമ്പോൾ ഈ റോഡൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കും. അപ്പം രാവിലെ അങ്ങനെ അധികം വണ്ടികളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ തന്നെയായിരിക്കും ഇവിടെ ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം ആദ്യം കയറാൻ പോകുന്നത്. സമയം ഇപ്പോൾ 7 മണി 7:10 ആയിട്ടുള്ളൂ.
6 മണി തൊട്ട് ഇവിടെ ഓപ്പൺ ആണ്. 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ എന്തോ എൻട്രി കൊടുക്കുന്നുണ്ട്. 9 മണി വരെ നമുക്ക് അവിടെ ഇരിക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ നല്ല ബ്ലൂ സ്കൈ കാണാം. അവിടെ അത്യാവശ്യം മഞ്ഞുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ദൂരെയായിട്ട് മഞ്ഞ് കാണാം. നമ്മുടെ വൈറ്റ് ഹണ്ടർ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഈ മഞ്ഞൊന്ന് ആസ്വദിക്കാൻ കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, 1 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോയേക്കില്ല. ആ മലയുടെയൊക്കെ മുകളിലായിട്ടാണ് പാലക്കയം തട്ട് വരുന്നത്. അപ്പം നമുക്കിനി മുന്നോട്ട് പോകാം. ഇവിടെയുണ്ട് ശുദ്ധമായ തേൻ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് താഴെ എന്തോ ഒരു വീട്ടിലെന്തോ ആണെന്ന് തോന്നുന്നു. അതായത് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ട് അധികം താമസിക്കാതെ, അധികം നേരമൊന്നും ഇരിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. ഇവിടെ ഒരു കുരിശുമല കണ്ടു. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ്. അവിടത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് നടക്കണം, ദുർഘടമായ പാതയായിരിക്കണം. ഒരു കുരിശും പിന്നെ തീർത്ഥാടന കേന്ദ്രം പോലെയൊക്കെയാണ്. പിന്നെ അവിടെ ഒരു പാലക്കയം തട്ടെന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. അവിടെ നിന്ന് കാണുന്ന 800 മീറ്റർ അത്രയും കണ്ട് ഇനി ബാക്കിയുള്ളൂ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ആളുകൾ വന്ന് അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഈ വഴിയായിരിക്കും പോകേണ്ടത്. അപ്പം അങ്ങ് ദൂരെയായിട്ടുണ്ടോ നല്ല സ്കൈ നല്ല തെളിഞ്ഞ് കാണാം. ഇനി നമ്മൾ ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യണ്ടല്ലോ, നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. ചെറിയ കാക്കപ്പൂ പോലത്തെ പൂവുണ്ട് ഇവിടെ. അപ്പം നമുക്ക് ഇനി നമ്മുടെ സ്ഥലത്തേക്ക് മുന്നോട്ട് പോവാണ് കേട്ടോ. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കഥകളും മുന്നോട്ട് പോകുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവല്ലേ. ഇനി കുറച്ച് കാഴ്ചകളും കൂടെ അല്ലേ പോകുള്ളൂ. കുറച്ച് ദൂരം കൂടെ പോയാൽ പുതിയ കാഴ്ചകളൊക്കെ കാണാമല്ലോ. ഇവിടെ നമ്മുടെ കണ്ണൂരൊക്കെ ഉള്ള എല്ലാവരൊക്കെ തന്നെ ഇത് കണ്ട സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഞാനൊക്കെയാണ് ഇത് അവസാനമൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവുക. എന്തായാലും നമ്മളതിൻ്റെ മുകളിലെത്തി, ഹിൽ ടോപ്പിനടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെ വണ്ടി പാർക്കിംഗ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങളൊന്നുമില്ല കേട്ടോ. കുറച്ച് പട്ടികൾ മാത്രം അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ടാവേ, വേറെ ഒന്നും ഉണ്ടാവില്ല ഈ ഭാഗങ്ങളൊന്നും. ആ ഭാഗത്ത് താഴെ ഭാഗത്തൊക്കെ നല്ല മഞ്ഞാണ്. നടുവിൽ ഭാഗം പുലിക്കുരുമ്പ ഭാഗമൊക്കെയാണ് സൈഡിൽ കാണുന്നത്. കരുവഞ്ചാൽ സൈഡൊക്കെയാണ്. ഇനി താഴോട്ട് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിൽ കയറി നോക്കാം. നമുക്ക് ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് നമുക്ക് മുകളിൽ പോകണം. അപ്പോൾ ഇതാ ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ലെഫ്റ്റ് ഉണ്ട്, അവിടെ ഒരു ബൈക്ക് പാർക്കിങ്ങിനുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പാർക്ക് ചെയ്ത് വെക്കാം. ഞാൻ മുന്നോട്ട് പോട്ടെ. ഈ രാവിലെ എത്തിയിരിക്കുന്ന 2 റോയൽ എൻഫീൽഡ് ക്ലാസിക്കും ഒരു റോയൽ എൻഫീൽഡ് ഹണ്ടറുമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു ചെറിയ പള്ളി ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതിൻ്റെ കയറുന്ന വേറെ വഴിക്കാണ്. ഇതാണ് നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്തെ വ്യൂ ആണ്. മുകളിലോട്ട് കയറി പോവാണ്. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ ടിക്കറ്റ് റേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 20 രൂപ വണ്ടി പാർക്കിങ്ങിനും, 50 രൂപയാണ് അഡൽട്ടിന് ഫീസ്. കുട്ടികൾക്ക് പൈസ കുറവുണ്ട്. പിന്നെ കയറുന്നിടത്ത് തന്നെ ഒരു ടീ കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്കൊരു ചായ കുടിക്കാം. ഇതാണ് പിന്നെ നമ്മൾ അവിടുന്ന് കാണുന്ന താഴത്തെ കാഴ്ചകൾ. മഞ്ഞ് പൊതിഞ്ഞിരിക്കുകയാണ്, താഴെ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ ഒരുപാട് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ പണിയുന്നുണ്ട്, ബിൽഡിങ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങ് ദൂരെയുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇത് ക്യാമറയിൽ എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്ക് നോക്കാം. ഇനി മുകളിലോട്ട് കയറി പോവാം. മുകളിലോട്ട് കയറി പോകുമ്പം ബെഞ്ച് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, പാലക്കയം തട്ട് എന്നുള്ളൊരു ബോർഡുണ്ട്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അത് വൈകുന്നേരമാണ് ഇവിടെ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല. പാറക്കെട്ടുകൾക്കിടയിൽ കൂടി നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് നേരം കണ്ടിട്ട് താഴെ ഇറങ്ങി പോവാണ്. ഞാൻ അധികം നേരം ഇവിടെ ഇരിക്കുന്നില്ല. എന്തൊരു വ്യൂ അല്ലേ. ഒരു 360 വ്യൂ ഇവിടുന്ന്. ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ അടിച്ച് പൊളിച്ച് നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടും കേട്ടോ. പക്ഷെ ഇതിൻ്റെ താഴെയായിട്ടേ കുറേ ബിൽഡിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഇതൊക്കെ മറിഞ്ഞു പോകുന്നുള്ള ഡൗട്ടാണ്. അപ്പം പണിതോട്ടിരിക്കുന്നുണ്ട്. റിസോർട്ടൊക്കെ ആയിരിക്കാം ഇതിൻ്റെ താഴെ പണിയുന്നത്. താഴെ നിന്ന് വണ്ടികൾ വരുന്നത് റോഡാണ് കേട്ടോ. അത് എത്രത്തോളം കാണുമെന്നറിയില്ല. പിന്നെ കുറച്ച് ബെഞ്ചൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് ഈ ലൈറ്റിൽ കാണുന്ന പാലക്കയം തട്ട് 2026 എന്നൊക്കെ എഴുതിയ ആ ഒരു ബോർഡും, പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നിൽക്കുന്ന ആ ഒരു പാലക്കയം തട്ടിൻ്റെ ബോർഡും ഇതൊക്കെ ഇവിടെയാണ് കേട്ടോ. നല്ല മഞ്ഞുള്ളപ്പം ഭയങ്കര ഭംഗിയായിരിക്കും ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നിട്ടാണ് ആളുകൾ ഫോട്ടോ എടുക്കുന്നത്. താഴെ ഭാഗത്ത് ഇങ്ങനെ മഞ്ഞൊക്കെ കാണുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ മഞ്ഞ് കൂടുതൽ മേലോട്ട് കയറി നിൽക്കുന്നുണ്ടാവും.
ഇപ്പോൾ രാത്രി ടെൻറ്റ് സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കും. അതിന് മൊത്തത്തിലൊരു പാക്കേജാണ്. ഇത്രയും ഞാൻ ബോർഡ് നോക്കിയിട്ടില്ല. മുകളിലേക്ക് സിപ്പ് ലൈൻ പോകുന്നുണ്ട്. പിന്നെ ആ പാറയുടെ മുകളിലൊക്കെയാണ് അതിൻ്റെ എൻഡ്, പാലക്കയം ലാസ്റ്റ് ഭാഗം. അവിടെ നിന്ന് കുറച്ചും കൂടെ നല്ലൊരു വ്യൂ കാണാം. ഇതിൻ്റെ ഒരു സൈഡിൽ ദൂരെ നോക്കിയാൽ പൈതൽമല കാണാൻ പറ്റും. ഒരു സൈഡിൽ കരുവഞ്ചാൽ ആലക്കോടിൻ്റെ ഭാഗമാണ്, കാപ്പിമലയുടെ മറ്റൊരു ഭാഗമാണ്. പിന്നെ താഴെ ഭാഗത്ത് പുലിക്കുരുമ്പ സൈഡാണ്, അവിടെ നടുവിൽ ഭാഗമാണ്. അങ്ങനെ 3 സൈഡായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇനിയിപ്പം ഇവിടുന്ന് നേരെ നമുക്ക് ആ ദൂരെയുള്ള വ്യൂ ഒരു തവണയും കൂടെ കണ്ടിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാൻ കേട്ടോ. നല്ല പാറകൾ കണ്ടോ, വലിയ പാറകളാണ് ഇവിടെ ഉള്ളത്. മഴക്കാലത്തൊക്കെ വെള്ളം കുത്തി ഒഴുകി വരുമായിരിക്കും ഇതിരുന്ന് താഴോട്ട്. ചെങ്കൂത്തായുള്ള ഇറക്കം തന്നെയാണല്ലോ. ഇങ്ങോട്ട് ചിലർക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങോട്ടെ. ആ ഒരു മരം കണ്ടോ, ദൂരേന്ന് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ ഇതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ. അവിടെ നിന്നൊരു ഫോട്ടോസും കൂടി എടുത്തിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 7:45 8 മണിയോളം ആയിട്ടുണ്ട്. ഇനി പതുക്കെ ഇറങ്ങാം. 9 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തുന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. തിരിച്ച് ഞാൻ ഇറങ്ങി കേട്ടോ. ആലക്കോടേക്കുള്ള യാത്രയാണ്. ഞാൻ പിന്നെ വീഡിയോ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി കുറച്ച് ദൂരം കൂടെ പോകുമ്പോൾ ആലക്കോടെത്തും. അവിടെ എൻ്റെ കസിൻ വരുന്നുണ്ട്. അവനെ കണ്ടിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രത്തൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ. ചെറിയ കാഴ്ചകളൊക്കെ എൻ്റെ ഈ ചെറിയ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ട്. അവരാണ് എൻ്റെ സപ്പോർട്ട്. അപ്പം അവർക്ക് വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി മുന്നോട്ട് പോവുക, അവനെ കാണുക, തിരിച്ച് വീട്ടിലോട്ട് പോവുക. അപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി. എന്നാലും നമ്മൾ റെയിൻകോട്ട് ഒന്നും ഇല്ലെങ്കിലും ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബൈക്ക് ഓടിക്കുമ്പോൾ പരമാവധി ഗ്ലൗസൊക്കെ ഇട്ട് കുറച്ച് സേഫ്റ്റിയിൽ പോകുന്ന എപ്പോഴും നല്ലതാണല്ലോ. അപ്പം ഇനി എന്താണ്, നമുക്ക് അടുത്ത യാത്രയെപ്പറ്റി ചിന്തിക്കണം. അടുത്ത എങ്ങോട്ട് റൂട്ട് ചിന്തിക്കണം. മാമലക്കണ്ടം ഇപ്പോൾ ഈ പെരുമഴക്കാലത്ത് പോകുന്നില്ല. കുറച്ച് മഴയൊന്നും ഒതുങ്ങിയിട്ട് സെപ്റ്റംബറിൽ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ അടുത്ത് പോകാൻ സാധ്യതയുള്ളത് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. തൽക്കാലം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ചുറ്റി കേന്ദ്രീകരിച്ച് ഞാൻ പോകണം. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കൊന്നക്കാട്. അപ്പോൾ അടുത്തേക്ക് പോകണം. കൊന്നക്കാടേക്ക് പോകുമ്പോൾ അത് അടുത്ത യാത്ര. അത് ഞാൻ ബൈക്കിൽ പോകാമെന്ന് കരുതുന്നു. ഒരു 3 ആഴ്ച കഴിയുമ്പോൾ പോകണം ആ യാത്ര. അപ്പോൾ അത് വീഡിയോ കൊന്നക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ മാലം, കൊന്നക്കാടും, പുഴയോരം, കള്ളിഷാപ്പും അതൊക്കെ കാണിച്ചുള്ളൊരു വീഡിയോ എടുക്കാം. എൻ്റെ ഇന്നത്തെ കഥകൾ ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ചെറിയ ദൂരം കൂടിയേ ഉള്ളൂ. അപ്പം ആലക്കോട് ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വന്ന കാര്യങ്ങളൊക്കെ നടന്നു. ഇനി തിരിച്ച് എനിക്ക് വീട്ടിലേക്കുള്ള യാത്രയാണ്. വൈറ്റ് ഹണ്ടർ ഒന്ന് ഒരു ജനറൽ ചെക്കപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞ തവണ ചെയ്തതിന് ശേഷം ഇപ്പോൾ 2 ലോങ് ഓടി. ഇനിയിപ്പോൾ ചെയിൻ ലൂബ് കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒന്ന് വാഷ് ചെയ്യണം. ഒന്നും കൂടി ഇപ്പോൾ ചെളിയായി വണ്ടി ഭയങ്കരമായിട്ട്. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് എത്രയും മാറ്റണം എന്നറിയില്ല. ഇപ്പോൾ 13 ആയിട്ടുണ്ട്. കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. തവണ പോകുമ്പോൾ ഒന്ന് നോക്കണം. 20 ആകുമ്പോൾ മാറ്റേണ്ടി വരുന്നതാണ് പറഞ്ഞത്. ടയർ ബേസിക്കലി നല്ല കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ. ഇനി അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ കഥകളും വിശേഷങ്ങളും. ഇപ്പം ആലക്കോട് പള്ളിയുടെ അടുത്തെത്തിയിട്ട് ഞാൻ യാത്ര അവസാനിപ്പിക്കും. ക്യാമറ ഊരി മാറ്റും. പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. സ്കിപ്പ് ചെയ്യണ്ട. കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുമ്പം എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവുമല്ലോ.